ണ്ട്. എന്തെങ്കിലും ആത്മവിശ്വാസത്തിന് കുറവ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കോ? എന്ത് കാര്യത്തിന്? ഒന്നുമില്ല. 1% അതിന് ചോദിക്കാൻ കാരണം ഇന്നലെ ഇപ്പൊ PV അൻവർ രാത്രി 9 മണിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു 10,000-ഓളം വോട്ട് LDF-ലേക്ക് പോയിട്ടുണ്ട്, UDF-ന് ലഭിക്കേണ്ട വോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ചില കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ മൗനം പാലിച്ചിട്ടുണ്ട്. അത് ആ ഒരു മൗനം തന്നെയാണ് ഇവിടെയുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നില്ല. ഇനി കാരണം ഇനിയിപ്പോ ഏതാനും മണിക്കൂറല്ലേ ഉള്ളൂ, നമുക്കത് ബോധ്യം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ കണക്കൂട്ടലുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. ഞങ്ങളുടെ കണക്കൂട്ടലുകൾ ഞങ്ങൾക്ക് 100% തെറ്റിയിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ട്. ഞങ്ങളുടെ കണക്കൂട്ടലായിരിക്കും ഇവിടെ നടക്കുക. 10,000-ന് മുകളിലേക്ക് പോകും നിർബന്ധമായിട്ട്, തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. 10,000-ന് മുകളിലേക്ക് എത്ര വരെ പോകാൻ സാധ്യതയുണ്ട്? അല്ല, നമുക്കത് പല ഘടകങ്ങളും ഉണ്ട് ഇതിനകത്ത് നേരിട്ടുള്ള മത്സരമാണ് നടന്നത്. പക്ഷെ 3-4 സ്ഥാനാർത്ഥികളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല ഘടകങ്ങളുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ 20-ന് മുകളിലും പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം വഴിക്കടവ് പഞ്ചായത്ത് സ്വാഭാവികമായി UDF ലീഡ് ചെയ്യുന്നതാണ്. ആദ്യത്തെ റൗണ്ട് തന്നെ ലീഡ് വരും. അതുകൊണ്ട് നമുക്ക് പക്ഷേ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയി എന്നൊരു നിഗമനത്തിലേക്ക് വരാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വരുന്ന പോയിന്റ് ഏത് റൗണ്ടായിരിക്കും? നമുക്ക് ആദ്യത്തെ പഞ്ചായത്ത് തന്നെ നമുക്ക് അതിന്റെ ഒരു ചിത്രം കിട്ടും. രണ്ടാമത്തെ പഞ്ചായത്ത് വരുന്നതോടുകൂടി, മൂത്തേടം കൂടി വരുന്നതോടുകൂടി യഥാർത്ഥ ചിത്രം കിട്ടും. അതിനകത്ത് തർക്കമില്ല. ഈ 2 പഞ്ചായത്തുകളും UDF-ന് നല്ല മെജോറിറ്റി കിട്ടേണ്ട പഞ്ചായത്തുകളാണ്. അപ്പൊ അത് വരുമ്പോൾ തന്നെ നമുക്ക് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ നമുക്ക് വരും. എന്തായാലും അടിയൊഴുക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അടിയൊഴുക്കും ഉണ്ടായിട്ടില്ല. UDF-ന്റെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല LDF വോട്ടുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.